ചായ പഴം ഒഴിവേ പഴം എന്നാ പറഞ്ഞു. പഴം ബ്യൂറേജിൻ മുന്നിൽ കൂട്ടുകാരെ കാത്തു നിന്നു ഞാൻ. കൂട്ടുകാർ തന്ന കാശ് വാങ്ങിച്ചു, പൈൻറ്റ് വാങ്ങി ഞാൻ. സ്മോൾ അടിച്ചു, ലാർജ് അടിച്ചു, വാളു വെച്ചു ഞാൻ. മോനു 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 മോൻ മൈ നെയിം ഈസ് മോനായി. കേവലം 5 രൂപയുടെ സാധനമാണ് ഞാൻ പരിചയപ്പെടുത്താൻ വന്നത്. ഒച്ചയൊക്കെ ഉളിക്ക് ചതവ് ഒടിവ് നോ സ്മോക്കിംഗ് പ്ലീസ്. ഓക്കെ. ഇതിന്റെ അച്ഛനോ അമ്മാവനോ അമ്മായി എന്റെ സൈക്കിൾ കാണാൻ മേലാത്ത അവസരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പം സത്യം പറഞ്ഞ എന്റെ സൈക്കിൾ അവിടെ വെച്ച് മറന്നുപോയെന്ന് എനിക്ക് അറിയത്തില്ലെന്ന്. ഇന്നലെ സൈക്കിൾ വെച്ച് മറന്നുപോയതാ. നമസ്കാരം. ഇത് ഉളുക്ക് ഒടിവ് ചതവ് എനിക്ക് അത്യുത്തമമായ സാധനമാണിത്. ഇതെന്റെ അച്ഛനോ അമ്മാവനോ അമ്മായി ഉണ്ടാക്കിയ സാധനമല്ല, അത് കമ്പനി സാധനമാണ്. സാമ്പിൾ സൗജന്യമാണ്. സാമ്പിൾ കൊടുക്കാം. വെറും 5 രൂപ മാത്രം. കഴിച്ചു നോക്കിട്ട് വീരും പറയും. ഒടിവ് ചതവ് ഇവയ്ക്ക് അത്യുത്തമമായ സാധനമാണ്. ഇതെന്റെ അച്ഛനോ അമ്മാവനോ അമ്മായി ഉണ്ടാക്കിയ സാധനമല്ല, സാമ്പിൾ സൗജന്യമാണ്. കൈ നീട്ടു. രണ്ടാമത്തെ പ്രാവശ്യമാണ്. പ്രിയമുള്ളവരെ, വെറും 5 രൂപ മാത്രം. ഇങ്ങോട്ട് മാറിയിരുന്നു. എടാ എന്റെ സൈക്കിൾ കാണാൻ മേലെ ഞാൻ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ നീന്റെ ഇടയ്ക്ക് നിന്റെ അച്ഛനും അമ്മയും അമ്മായിയമ്മയായിട്ട് വന്ന്. സൈക്കിളുമായിട്ട് ഞാൻ യാതൊരു ബന്ധവുമില്ല. ഒടിവ് ചതവ് നിർത്തടാ. നീ നിന്റെ നിക്കർ എന്നെ ഇടിപ്പിക്കാൻ നോക്കില്ലേ? എനിക്കത് ചേരത്തില്ല കേട്ടാ. നീ ഇവിടെ വന്ന് നിന്നേ. വാ ഇവിടെ വാ. അല്ല പിന്നെ എന്ത് കഷ്ടം. സംസാരിച്ചു പോരുത് നീ കേട്ടാ. ഓ പേടിച്ചു പോയല്ലേടാ. അത് നിന്നെ കണ്ടപ്പോഴേക്കും മനസ്സിലായി നീ വെഗളി ടിവിന്ന് വരുവാന്ന്. ചേട്ടാ ഞാൻ കുറെ സമ്മാന പദ്ധതിയായിട്ടാണ് വന്നിരിക്കുന്നത്. കുറേയധികം ചോദ്യം കുറേയധികം സമ്മാനം കിട്ടും. വണ്ടർ ഗിഫ്റ്റ് വരെ കിട്ടും. ഓക്കെ, നീ ചോദിച്ചോ. അപ്പൊ ചേട്ടാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. വടകര വളവിൽ 60 കണ്ണത്ര പണി പാളി. ചേട്ടാ ശ്രദ്ധിച്ചു കേട്ടോ, സമ്മാനമാണ് കേട്ടോ. വടകര വളവിൽ 60 നിനക്ക് പറ്റിയ പാർട്ടി അതേ ആണോ? വന്നപ്പോ ഞാൻ വെകളി ചാലിന്ന് വരുവാ. അങ്ങനെ ചേട്ടനോട് വേറെ ചോദ്യം ചോദിക്കാം കേട്ടോ. വടകര വളവിൽ 60 കണ്ണത്ര. ഇതിന്റെ അച്ഛനും അമ്മാവും അമ്മായിയും ഉണ്ടാക്കിയ സാധനം കമ്പനി സാധനമാണ്. സാമ്പിൾ സൗജന്യമാണ്. ഫ്രീ. ഇതേട്ടാ അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അവൻ പഠിച്ചതേ പാടൂ. നീ എന്നോട് ചോദിക്കും. ചേട്ടാ എനിക്ക് വേറെ കാര്യം ചോദിക്കട്ടെ. അങ്ങനെയാണ് ചേട്ടനോട് അടുത്ത ക്വസ്റ്റ്യൻ. ചേട്ടാ വലിയ സമ്മാനമൊക്കെ കിട്ടുന്നത്. ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ. ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കേട്ടോ. ഞാൻ പറയുന്ന പോലെ തന്നെ തിരിച്ചു പറഞ്ഞ സമ്മാനം കിട്ടും. ശ്രദ്ധിച്ച് കേട്ടോണം. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ചത്തു കുത്തിയിരുന്നു. എന്നത് ആരുടെ ഇതൊക്കെ ചെയ്ത്? ചേട്ടാ ഞാൻ ചോദിച്ചതാ. ഈ പത്തനാപുരത്ത് ഞാൻ പറയണം, തിരിച്ചു പറയണം കേട്ടോ. പത്തനാപുരത്ത് 10 പച്ചത്തത്ത ചത്തു കുത്തിയിരുന്നു. കുത്തിയിരുന്നില്ലോ ചേട്ടാ. ഞാൻ പറയുന്നത് തിരിച്ചു പറ. അങ്ങനെ പത്തനാപുരത്ത് കുത്തിയിരുന്നു. എടാ നീ പറയണേ, ഞാനും കേട്ടില്ല, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല. നമ്മൾ ഓക്കെ. അടുത്ത് ചോദിക്കും ചേട്ടാ. അങ്ങനെയാണ് വേറെ കുറെ ചോദ്യം. ചേട്ടൻ ഭയങ്കര കുസൃതിയാ. അങ്ങനെയാണ് ചേട്ടനോട് കുസൃതി ചോദ്യം. യെസ്. ചേട്ടൻ ഒരു ദിവസം ഒരു ഘോര വനത്തിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഭയങ്കര ഘോര വനം. ഈ ഭയങ്കര വനത്തിന് നടുക്ക് ചെല്ലുമ്പോൾ വിശന്നു പലഞ്ഞ് പഞ്ഞം കിടന്നൊരു സിംഹം ചേട്ടൻ നേരെ ചാടി വീഴുകയാണ്. അപ്പോൾ ചേട്ടൻ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ ഒന്നും ചെയ്യണ്ട. അതിനാ എല്ലാം സിംഹം ചെയ്തോളൂ. നമ്മളിങ്ങനെ നിന്ന് കൊടുത്താൽ മാത്രം മതി. ചേട്ടാ അതൊക്കെ പോട്ടെ. ചേട്ടാ ഈ ഷാജഹാൻ ചക്രവർത്തി പറ്റി കേട്ടിട്ടുണ്ടോ? പുള്ളി ഏത് ബാറിലെ സപ്ലയർ? ബാറിലെ സപ്ലയർ ഒന്നും അല്ല, പുള്ളി ഒരു രാജാവായിരുന്നു കേട്ടോ. ഈ ഷാജഹാൻ ചക്രവർത്തി തന്റെ പ്രിയപ്പെട്ട പത്നിയായ മുംതാസ് മരിച്ചു കഴിഞ്ഞപ്പോൾ മുംതാസിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി താജ്മഹൽ കിട്ടി. അങ്ങനെയാണ് ചേട്ടന്റെ ഭാര്യ മരിച്ചു കഴിയുമ്പോൾ ഈ ഭാര്യയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ചേട്ടൻ എന്ത് കിട്ടും? അവളുടെ അനിയത്തെ കിട്ടും. ഇത് കൂടുതൽ സഹായം നമുക്കൊരു കുടുംബത്തിന് ചെയ്യാം. കല്യാണം കഴിച്ചാണോ? കല്യാണം കഴിച്ചാണോ? പക്ഷെ ഉപേക്ഷിക്കാൻ പോവാ. അതിനാട്ടോ കല്യാണം കഴിച്ചു ശരിയാകത്തില്ല. കല്യാണം ഉപേക്ഷിക്കാൻ പോവാ. അതിന് ശരിയാകത്തെ സംഭവം എന്താണെന്നറിയോ? ഞാനൊരു ഉദാഹരണത്തിൽ പറയാം. ഇപ്പൊ നമ്മൾ കാടിയും പുല്ലും കൊടുത്ത് വളർത്തുന്ന ഒരു പശു, അതിനെ നാട്ടുകാരെ ഇറക്കാൻ വന്ന് നമ്മൾ കൊല്ലിയല്ലാതെ നിവൃത്തിയില്ലല്ലോ. അങ്ങനെയല്ലേ ചേട്ടൻ ഇങ്ങനെ നടന്നു. ഞാനിങ്ങനെ ചാനലാണ്. ചേട്ടൻ എന്റെ വിഷമം അറിയോ? എന്ത് വിഷമം? ചേട്ടൻ ഞാൻ ഒരുപാട് വിഷമം അനുഭവിക്കുന്നു. നീ ഇങ്ങനെ ചാടി നടന്നാ പോരെ മൈക്കുമായിട്ട്? ചേട്ടാ അതല്ല ചേട്ടൻ, ഞാൻ കല്യാണം കഴിച്ചാണ്. എത്ര വലിയ വിഷമം. എന്നാ കേസിട്ട് ചേട്ടാ കല്യാണം കഴിച്ചത് എന്റെ ഭാര്യ ഗർഭിണിയാണ്. നീ തുള്ളി ചേട്ടാ. ഇവിടെ ഓരോ ആമ്പിള്ളേർ ഭാര്യ ഗർഭിണിയാന്ന് പറഞ്ഞു എത്ര ഫുള്ളാ പൊട്ടിക്കുന്നത് അറിയോ? ചേട്ടാ ഫുള്ള് പൊട്ടിക്കുന്നില്ല. എന്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടി സ്ഥാനം മാറി കിടക്കുന്നു. ചേട്ടാ അറിയോ? ഇത്രയുള്ള നിനക്ക് അതുകൊണ്ട് എനിക്ക് വിഷമം, എന്റെ ഭാര്യക്ക് വിഷമം, എന്റെ അച്ഛന് വിഷമം, എന്റെ അമ്മയ്ക്ക് വിഷമം, എല്ലാവർക്കും വിഷമോ. എടാ എന്റെ കുട്ടിയുടെ സ്ഥാനം മാറി കിടക്കുന്ന പറഞ്ഞ് എന്റെ ഭാര്യയും
എന്റെ അളിയന്മാരും നാട്ടുകാരും മുഴുവൻ എന്നെ തല്ലാൻ വന്നിട്ട് എനിക്കൊരു ടെൻഷനും ഇല്ലല്ലോ. തല്ലാൻ വരുന്നോ? ഇടത്തോട്ടാണോ വലത്തോട്ടാണോ സ്ഥാനം മാറി കിടക്കുന്നത്? കുട്ടിയുടെ സ്ഥാനം ഇടത്തോട്ടും വലത്തോട്ടും അല്ല മാറി കിടക്കുന്നത്. പിന്നെ അതായത് എന്റെ ഭാര്യയുടെ വയറ്റിൽ കിടക്കുന്ന എന്റെ കുട്ടിയുടെ സ്ഥാനം ശകലത്തേക്കിനൊന്ന് മാറി അപ്പുറത്തെ രമണിയുടെ വയറ്റിലായി പോയി. അത്രയുള്ള പ്രശ്നം. ഇതിന് തല്ലല്ല വെച്ച തല അടിച്ചു പൊടിക്കാൻ വേണ്ട കേട്ടോ. അങ്ങനെയാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മലയാളത്തിന്റെ സൂപ്പർ മെഗാസ്റ്റാറായ ഭരത് മോഹൻലാൽ അഭിനയിച്ച് സൂപ്പർ ഹിറ്റാക്കി മാറിയ ലാൽ സലാം എന്ന ചിത്രം കണ്ടിട്ടുണ്ടോ? അതിനകത്ത് നെട്ടൂരാൻ പറയുന്ന ഒരു ഡയലോഗാണ്. അതുപോലെ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ ചേട്ടന് സമ്മാനം കിട്ടും. കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോണോ? ഹലോ, ഈ നെട്ടൂരാനോടാണോ നിന്റെ ഈ കളി? ഇത് ചേട്ടൻ അതുപോലെ തിരിച്ചു പറയണം. സമ്മാനം കിട്ടും. സമ്മാനം കിട്ടും. ഈ നെട്ടൂരാനോടാണോ നിന്റെ ഈ കളി? സമ്മാനം കിട്ടും, ശ്രദ്ധിച്ച് പറയണം. സമ്മാനം പറഞ്ഞു ഒരു പ്രാവശ്യം കൂടെ. ചേട്ടാ, ഈ നെട്ടൂരാനോടാണോ? ഓക്കെ, ശരിയല്ലേ? ഒപ്പം പറയാം. ഓക്കെ. എന്താ അയ്യോ, സമ്മാനം വേണ്ടേ? നിന്നെയൊക്കെ അതിർത്തി കൊണ്ട് നിർത്തണോടെ ഇറക്കാം. മരുന്ന് വയ്ക്കാൻ വന്ന എന്നെ എന്തിനാ? ഇന്ത്യക്ക് ഒരു വാഗ്ദാനമാണ്. ശത്രുക്കൾ ഉണ്ടാകത്തില്ല ഇന്ത്യക്ക്. എന്റെ അടുത്ത് നിൽക്കുമ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. നനക്കത്തുമില്ല. ഓക്കെ, ഈ ഹും ശരിയാവത്തില്ല. അതാ പ്രശ്നം. ഹും ശരിയാവും. ഈ നെട്ടൂരാനോടാണോ? ഹും ഒഴിവാക്കാം. ഹും വേണ്ട. ഓക്കേ, ഹും കട്ട് ചെയ്തു. ബാക്കി ഈ നെട്ടൂരാനോടാണോ കളി? വേണ്ട. അതിനാ ഹും ഒഴിവാക്കിയത് വേണ്ട. ഓക്കെ, ഈ നെട്ടൂരാനോടാണോ? ചേട്ടൻ നെട്ടൂരാനോടാണോ? അല്ല, അത് തന്നെ. അതെ, അല്ല പിന്നെ അതിനിടയ്ക്കൊരു ഹും. അവന്റെ നെട്ടൂണാണോ? ഇങ്ങനെയാണോ സമ്മാനം തരുന്നത് ചോദിച്ചു? നോ സ്മോക്കിംഗ്. ഓക്കെ, മിണ്ടാടാ. നെട്ടൂണാണ്ടോട് നീ കുറെ നേരം നെട്ടൂണാണ്ടോട് ഇറങ്ങിപ്പോടാ അവിടുന്ന്. ഈ ഏരിയയിലോട്ട് വന്നേക്കരുത്. പൊന്നു നമ്മൾ വേണ്ട പൊക്കോ. അല്ല, അങ്ങനെ വേണ്ട. ഒടിവ് ചതവ് അത്യുത്തമമായ സാധനം. വെറും 5 രൂപ. ഇപ്പൊ തന്നെ നല്ല സംഭവമാണ്. ഇപ്പൊ തന്നെ പരീക്ഷിച്ചു. ഞാൻ എന്നാ കാണിച്ചു? എടൂ, ഇതെന്റെ അച്ഛനോ അമ്മാവനോ അമ്മായിയുടെ മക്കളും ഉണ്ടാക്കിയ സാധനം. സാമ്പിൾ സൗജന്യമാണ്. എന്തോ ഇച്ചിരി കൂടെ തരാമോ? ഇച്ചിരി കൂടെ. മൂന്നാമത്തെ തവണ ഇപ്പൊ മേടിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒടിവ് ചതവ് ഉളുക്ക് ഇതിനൊക്കെ നിനക്ക് പോയില്ലാത്ത കുഴപ്പമുണ്ട്. നിനക്ക് നിന്റെ എന്റെ അച്ഛനോ അമ്മാവനോ അമ്മായി ഉണ്ടാക്കിയ സാധനമല്ല. ഇത് കമ്പനി സാധനമാണ്. സാമ്പിൾ സൗജന്യമാണ്. ആണല്ലോ, ഇത് കമ്പനി സാധനല്ലേ? സാമ്പിൾ സൗജന്യല്ലേ? ഇത് നിന്റെ അച്ഛനും അമ്മയും ഉണ്ടാക്കിയല്ലോ. അപ്പൊ ഞാൻ നിനക്ക് ചോദിച്ചാൽ കൂടെ തന്നാലോ? ഇപ്പൊ 3-4 തവണ ഞാൻ തന്നു. 4 തവണ ഞാൻ ചോദിച്ചത് നിനക്ക് സൗജന്യമായിട്ട് കിട്ടുന്നില്ലേ? ഇത് സൗജന്യം. നിന്റെ അച്ഛനും അമ്മയും ഉണ്ടാക്കുന്ന അവരുണ്ടാക്കിയതല്ല. അല്ലല്ലോ. അല്ല, നിനക്ക് തന്നാലും വേണമല്ലേ? വേണം. സൗജന്യമായിട്ട് പോകത്തുള്ളൂ. അത്ര സൗജന്യം തരണം. വേണോ? 5 രൂപയേ ഉള്ളൂ. ചുമ്മാ എടുത്തു. ഞാൻ ബില്ല് പിടിച്ചോളാം കേട്ടടാ. സഞ്ചാരിയിൽ ജീവന്റെ നാഥൻ മതിയായവനെ മൽപ്രിയനെ. ഇതെന്താണ് സഹോദര കാണിച്ചത്? തേങ്ങ ഒട്ടിച്ചതാ. തേങ്ങയാണോ സഹോദര? നീ വളരെ ദൈവത്തിനോട് എടുക്കണം. ഞാൻ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന ഒരു ദാസനാണ്. നീ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്ന ദാസനായിക്കോ, പക്ഷെ കർത്താവിനിട്ട് നീ വേല ചെയ്യരുത് കേട്ടാ. കർത്താവ്, ഈ അറിവില്ലാത്ത പൈതൽ നിനക്ക് വേണ്ടി അവന് വേണ്ടി ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു കർത്താവ്. സഹോദര, നീ മദ്യം കഴിച്ചിട്ടുണ്ടോ? ഞാൻ ഓടാ ഇവിടെ. നീ ആവശ്യമില്ലാത്ത ചോദ്യം ചോദിക്കണം. മദ്യം കഴിച്ചിട്ടുണ്ടോ? നിനക്ക് കാണാൻ അറിയാൻ പറ്റില്ല. സഹോദര, ഞാനൊരു കാര്യം പറയട്ടെ. ദൈവനാമത്തിൽ പറയുന്നു സഹോദര, നിന്റെ ഉള്ളിൽ കിടക്കുന്ന മദ്യമാണ് നിന്നെ കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത്.
നിങ്ങൾ മനസ്സിലാക്കണം സഹോദര, നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന മദ്യപിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന വിപത്തുകൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? എന്തൊക്കെയാ? മദ്യപിച്ചു കഴിഞ്ഞാൽ കാശ് വെച്ച് ചീട്ട് കളിക്കും. താൻ്റെ സൈക്കിളിലുണ്ടോ? സഹോദര, നിങ്ങളുടെ സൈക്കിൾ ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. ഈ മദ്യപിച്ച് ഞാൻ പറഞ്ഞു വന്നത് സഹോദരൻ കേൾക്കണം. മദ്യപിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ കാശ് വെച്ച് ചീട്ട് കളിക്കും, കാശ് വെച്ച് ചൂത് കളിക്കും, പിന്നെ വ്യഭിചരിക്കുക വരെ ചെയ്യും. കാശ് വെച്ച് ചീട്ട് കളിക്കും, കാശ് വെച്ച് ചൂത് കളിക്കും, വ്യഭിചരിക്കുക വരെ ചെയ്യും. ആദ്യം രണ്ട് സാധനം പോട്ടെ, രാശി പറഞ്ഞു വ്യഭിചരിക്കുക വരെ ചെയ്യും. എന്താ ഇത് കാണിച്ച സഹോദര? ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. എന്ത്? എന്റെ സൈക്കിൾ ഞാൻ എവിടെ വെച്ചാ മറന്നുപോയെന്ന്. ഇപ്പൊ